നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 26-ാം തീയതി പെൻഷൻ ലഭിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുക എന്നതിനെല്ലാം കുറിച്ച് നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെന്റ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. മാർച്ച് മാസത്തെ പെൻഷനാണ് ഇന്ന് ലഭിച്ചത്. 1600 രൂപ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും പണം എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഇപ്പോൾ സ്ഥിരമായി അക്കൗണ്ടിൽ പണം വരുന്ന ആളുകൾ പണം ഇതുവരെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഗൂഗിളിൽ പെൻഷൻ പോർട്ടലിൽ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ തിരച്ചിൽ എന്നൊരു വെബ്സൈറ്റ് കാണും. അതിൽ നമ്മുടെ പെൻഷൻ ഐഡിയോ ആധാർ നമ്പറോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറോ നൽകി നമുക്ക് നമ്മുടെ പെൻഷന്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. അതിൽ ആക്റ്റീവാണെന്ന് കാണുന്നതെങ്കിൽ അവർ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചില ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ കൊണ്ട് പെൻഷൻ എത്താത്തതായിരിക്കും. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അവരുടെ അക്കൗണ്ടിൽ പണം എത്തും. അതല്ല, അതിൽ ചിലപ്പോൾ ഡീആക്ടിവേഷൻ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തെന്നെല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ റിജക്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുക. പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പ്രത്യേകം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ തുടക്കത്തിൽ 2024 ആഗസ്റ്റ് മാസത്തിൽ നമ്മൾ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. അവർ എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് പുനർവിധേയമായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്. അത് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കും ഇപ്പോൾ പെൻഷൻ വന്നിട്ടില്ല. അതുമല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഓഡിറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ഓഡിറ്റിൽ പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കും ഓഡിറ്റിൽ എന്ത് കാരണങ്ങളാണ് കണ്ടെത്തിയതെന്ന് ശ്രദ്ധിക്കുക. പലർക്കും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിന് അവർക്ക് അപ്പീൽ നൽകാനുള്ള അവസരമുണ്ട്. അവർ അപ്പീൽ നൽകി കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ്റെ മറ്റ് ഡീറ്റെയിൽസുകളും നൽകിക്കഴിഞ്ഞാൽ അവർക്കും തുടർന്ന് പെൻഷൻ ലഭിക്കും. അങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് കറക്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ പെൻഷൻ തുടർന്നും അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇന്ന് പെൻഷൻ ലഭിച്ച ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റിയതെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അർഹതയില്ലാതെയാണ് അവർ പെൻഷൻ കൈപ്പറ്റിയതെങ്കിൽ അവർ വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും തിരിച്ചടയ്ക്കേണ്ടി വരും. സർക്കാരിൻ്റെ ഓരോ പുതിയ നിർദ്ദേശങ്ങളും അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.